ഹായ് ഫ്രണ്ട്സ്, ഷവോമിയുടെ റെഡ്മി നോട്ട് 5 പ്രോ ഒരു മികച്ച ഫോണായിരുന്നു, ആ റേഞ്ചിലെ ബെസ്റ്റ് ഫോണായിരുന്നു. എന്നാൽ അതിനുശേഷം ഷവോമിക്ക് അവിടെ മികച്ച ഫോണുകളൊന്നും വന്നില്ല. മറ്റനേകം ബ്രാൻഡുകൾ അതിനേക്കാൾ നല്ല ഫോണുകൾ ഇറക്കി. അപ്പോൾ ഷവോമിക്ക് ഷവോമി പുറകിലായിരുന്നു ഒരു നല്ല ഫോൺ ഇല്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ആ കുറവ് ഇതോടുകൂടി നികത്തുകയാണ്. റെഡ്മി നോട്ട് 7 ഒരു മികച്ച ഫോണാണ്. ഇന്ന് ആ ഫോണിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സമയം കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, നമ്മുടെ ചാനൽ ആദ്യമായാണ് സന്ദർശിക്കുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ പതിവ് പോലെ നമുക്ക് നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ സൈഡിൽ നിന്ന് തുടങ്ങാം. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. സാധാരണ ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. സാധാരണ ഷവോമി ഫോണുകളിൽ നിന്നും മാറി ചിന്തിച്ചിരിക്കുകയാണ് ഷവോമി. നല്ല സ്റ്റൈലിഷായ ഗ്ലാസ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഉഗ്രൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഈ റേഞ്ചിൽ മറ്റു പല ഫോണുകൾക്ക് ഇതുപോലത്തെ ഡിസൈൻ ഉണ്ട്, പക്ഷേ ഷവോമിക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നില്ല. ഷവോമിയും ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല സ്റ്റൈലിഷായ ഡിസൈൻ, ഗ്രേഡിയൻ കളറിലൊക്കെ നല്ല കിടിലൻ ഡിസൈൻ. ഫ്രണ്ട് സൈഡിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ചൊക്കെ വെച്ചുകൊണ്ട്, വളരെ ചെറിയ നോച്ചുകൾ വെച്ചുകൊണ്ട് നല്ലൊരു സ്ക്രീനും നമുക്ക് തരുന്നുണ്ട്. ആ സ്ക്രീനിന് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പം നല്ലൊരു ഡിസൈൻ. ഇതിൻ്റെ കൂടുതൽ മൈന്യൂട്ടായ ഡീറ്റെയിൽസുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ഡിസൈൻ സൈഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ ട്രെൻഡിയായ ഡിസൈനാണ് ഷവോമി ഈ ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തായിട്ട് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 660, 10,000 രൂപ. ഒരു മിഡ് റേഞ്ചിലൊക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സ്നാപ്ഡ്രാഗൺ 660 ആണ്. അപ്പോൾ ആ ഒരു പ്രോസസർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ പവറിൽ തന്നെ 2.2 GHz ക്ലോക്ക് സ്പീഡിൽ. ചില ഫോണുകൾ ഇതുണ്ട്, പക്ഷേ 1.95 എന്ന രീതിയിലേക്ക് കുറച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകൾ നമുക്ക് കാണാം. പക്ഷേ ഇത് ഫുൾ പവറിൽ ഉപയോഗിക്കുന്നു. സ്നാപ്ഡ്രാഗൺ 660 അതിൻ്റെതായ ഫുൾ പവറിൽ. ഇതിൻ്റെ ഒപ്പം വരുന്ന റാം വേരിയൻറ്റുകൾ 3GB റാം 32GB സ്റ്റോറേജ് ഉണ്ട്, 4GB റാം 64GB സ്റ്റോറേജ് ഉണ്ട്, അതേപോലെ 6GB റാം 64GB സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൻ്റെ സിം സപ്പോർട്ട് ചെയ്യുന്നത് ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, എന്ന് വെച്ചാൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് 256GB വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പം നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, നല്ല റാം വേരിയൻസ്, കുറഞ്ഞ റാം വേരിയൻ്റ് ഉണ്ട്, കൂടിയ റാം വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം തികഞ്ഞ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സംതിങ് സ്പെഷ്യലാണ്. 48 മെഗാ ക്യാമറയാണ് റിയർ സൈഡിൽ വെച്ചിരിക്കുന്നത്. അതും പിക്സൽ 1.6 മൈക്രോൺ പിക്സൽ. സ്വല്പം ലാർജായ ഒരു പിക്സലാണ്. കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ചെയ്തതായി കാണാം. അതിൽ നോക്കിയാൽ എന്താണ് ഈ മൈക്രോൺ പിക്സൽ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടിയ മൈക്രോൺ പിക്സൽ സൈസ് വെച്ചുകൊണ്ട് വരുന്നൊരു ക്യാമറയാണിത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് ഈ ക്യാമറയിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഓൺ പേപ്പർ കാണുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷേ ഓൺ പേപ്പർ ഈ ഒരു സെറ്റപ്പിൽ ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് തരുന്ന ഒരു ബെസ്റ്റ് ക്യാമറയായിരിക്കും. റെസൊല്യൂഷൻ്റെ കാര്യം പറയേണ്ട. 48 മെഗാപിക്സൽ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റർ അടിക്കാനുള്ള ഒരു വലിപ്പം നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടും. ലോ ലൈറ്റിൽ ബെസ്റ്റ് എവർ പെർഫോമൻസും കിട്ടും. ഈ മെയിൻ ക്യാമറയുടെ ആപ്പച്ചർ വരുന്നത് 1.8 ആപ്പച്ചറാണ്. ഫ്രണ്ട് ക്യാമറ സാധാരണ ക്യാമറ സെറ്റപ്പാണ്. 13 മെഗാപിക്സൽ ക്യാമറ f2.0 ആപ്പച്ചറിൽ. സാധാരണ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട ഷവോമിയുടെ ക്യാമറകൾ ക്വാളിറ്റിയുള്ള ക്യാമറകളാണ്. ആ പ്രൈസ് റേഞ്ചിൽ നോക്കിയാൽ ഏറ്റവും നല്ല ക്യാമറ സെറ്റപ്പ് ഷവോമിയുടേതാണ്. അതുകൊണ്ട് തന്നെ 13 മെഗാപിക്സൽ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഷവോമി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റി ക്യാമറ അവിടെയും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു നോർമൽ ക്യാമറ, റിയർ സൈഡിൽ അമേസിംഗ് ആയ ക്യാമറ സെറ്റപ്പും കൊടുത്തുകൊണ്ട് ഉഗ്രൻ ക്യാമറ സെറ്റപ്പുള്ള ഫോണാണ് റെഡ്മി നോട്ട് 7. വീഡിയോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4K EIS ഈ വക കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഭാവിയിൽ ക്ലാരിഫൈ ആവുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ 1080 പിക്സൽ, അതായത് ഫുൾ HDയിൽ സ്ലോ മോഷൻ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റി കാര്യം. ഫ്രണ്ട് ക്യാമറയിലും ഫുൾ HD കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ്, നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 4K EISൻ്റെ കാര്യം ഭാവിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അതുണ്ടോ എന്നുള്ളത് അറിയുന്ന സമയത്ത്. അടുത്തതായിട്ട് ബാറ്ററിയുടെ കാര്യം. 4000 mAh ബാറ്ററിയാണുള്ളത് വിത്ത് ഫാസ്റ്റ് ചാർജിങ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. MI A2ൻ്റെ കാര്യം നമുക്കറിയാം. ടൈപ്പ് സി പോർട്ട് വരുമ്പോൾ അവർ ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഒപ്പം തന്നെ ടൈപ്പ് സി പോർട്ടും ഫാസ്റ്റ് ചാർജിങ്ങും അടക്കം 4000 mAh ബാറ്ററി. ഒരേ ഒരു നിരാശ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 2 ആമ്പ് എന്ന് പറയുന്ന നോർമൽ ചാർജറാണ് വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നില്ലേ ഫാസ്റ്റ് ചാർജർ വേറെ വാങ്ങിക്കുക, അല്ലെങ്കിൽ കയ്യിൽ ടൈപ്പ് സി ഈ പോർട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അടുത്തായിട്ട് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രൈസിങ് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇതാണത് പറയാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് തോന്നുന്നു. റെഡ്മി നോട്ട് 5 പ്രോ കഴിഞ്ഞിട്ട് റെഡ്മി നോട്ട് 6 പ്രോ ഇറങ്ങിയപ്പോൾ നമ്മളത് വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒരുപാട് പേര് വിമർശിച്ചു. ഞാൻ അതിനെ കുറ്റം പറയാമെന്ന് പറയുന്നുണ്ട്. ഫോൺ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ബെറ്റർ ഫോണുകളുണ്ട്, അതുകൊണ്ട് അത് വാങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു കാരണം ഈ റെഡ്മി നോട്ട് 7 ആണ്.
അതായത് കമ്പനികളുടെ ഒരു പ്രത്യേക തന്ത്രമാണത്. ഒരു നല്ല ഫോൺ ഇറങ്ങിയാൽ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ അപ്ഡേഷൻ കൊടുത്തൊരു ഫോൺ ഇറക്കുക. അപ്പോൾ ആൾക്കാർക്ക് അപ്ഡേഷൻ പ്രതീക്ഷിച്ച് അത് വാങ്ങിക്കും. അത് കഴിയുമ്പോൾ ശരിക്കുള്ള അപ്ഡേഷൻ ഇറക്കുക. അപ്പോൾ അതും ആൾക്കാർ വാങ്ങിക്കും. അങ്ങനെ രണ്ട് കച്ചവടം പിടിക്കാനുള്ള ഒരു തന്ത്രം. അതിനെക്കുറിച്ച് മുകളിൽ ഐക്കണിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു കാർഡ് വരും, പോക്കോ F2ൻ്റെ. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ആ തന്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനിടയിലായാലും വ്യൂവേഴ്സിനിടയിലായാലും ഒരു അനിഷ്ടം തോന്നിയിട്ടുണ്ടാവും. ആ ഇഷ്ടക്കേട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നറിയാത്തത് കൊണ്ടാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനൊരു ഫോൺ ഇവിടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം റിയൽ അപ്ഡേഷൻ ഇപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. Redmi Note 7 കിടിലൻ ഫോണാണ്. ആ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോണാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്നോട് തോന്നിയ ഒരു ഇഷ്ടക്കേടിൻ്റെ ഒരു കാരണം ഇതായിരുന്നു. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം. പ്രൈസിലേക്ക് വരുമ്പോൾ ഈ ഒരു പറയുന്ന സംഭവങ്ങളെല്ലാം ഗൊറില്ല ഗ്ലാസ് 5ഉം ബെസ്റ്റ് ഇൻ ക്ലാസ് ഡിസൈനും അതേപോലെ തന്നെ നല്ല പെർഫോമൻസും 48 മെഗാപിക്സലിൻ്റെ ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പും ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് സി പോർട്ട് അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഈ ഫോണിന് ഷവമി ഈടാക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റ് 3GB RAM 32GB സ്റ്റോറേജിന് 10,500 രൂപയാണ്. ഇതൊരു കിടിലൻ പ്രൈസിംഗ് ആണ്. വേറൊരു ഫോൺ ഇതുപോലൊരു പ്രൈസിംഗിൽ വരുമോ എന്ന് എനിക്കറിയില്ല. ഉടനെ ഒന്നും വരാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു പ്രൈസിംഗ് ആണ്. അടുത്തതായിട്ടൊരു വേരിയന്റ് വരുന്നത് 4GB RAM 64GB വേരിയന്റ് ആണ്. അത് 12,500 രൂപയാണ്. തൊട്ടടുത്ത ഒരു വേരിയന്റ് വരുന്നത് 6GB RAM 64GB വേരിയന്റ് ആണ്. അത് 14,500 ആണ് അതിന്റെ പ്രൈസ് കാണുന്നത്. ഈ പ്രൈസിംഗ് ചൈനയിലാണ്. നിർഭാഗ്യവശാൽ അതിപ്പോൾ ഇന്ത്യയിലല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ചൈനയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു കറൻസിയെ നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ പ്രൈസ്. എന്ന് വെച്ചാൽ ചൈനയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ്ലി കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1,000 1,500 ഒക്കെ ഒന്ന് കൂടിയേക്കാം. എങ്കിൽ പോലും അതൊരു വിഷയമല്ല. അപ്പോഴും ഈ റേഞ്ചിലെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ ഷവമിയുടെ ഈ Redmi Note 7 തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഫോൺ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഫുൾ റിവ്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം. തൽക്കാലം ഫോണിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.